ട്രംപിന്റെ തീരുവകൾ ഇന്ത്യ, ചൈന, റഷ്യ കൈകോർക്കുന്നതിന് കാരണമാകുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലായിടത്തും നടന്ന് പലരെയും കടിക്കുന്നതായി തോന്നുന്നില്ലേ? തീർച്ചയായും തോന്നുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. റഷ്യയുമായുള്ള ബന്ധത്തിന് ട്രംപ് ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണിത്. 1990കളിൽ സ്ഥാപിതമായ റഷ്യ ഇന്ത്യ ചൈന ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ട്രംപിൻ്റെ താരിഫുകളുടെ ഫലമായി ഇന്ത്യയും ചൈനയും റഷ്യയും കൈകോർക്കുക എന്നതാണ് പ്രധാന ചോദ്യം. നമുക്ക് പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. റഷ്യയുമായുള്ള ബന്ധത്തിന് ട്രംപ് ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1990കളിൽ സ്ഥാപിതമായ റഷ്യ ഇന്ത്യ ചൈന ഗ്രൂപ്പ് RIC പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന എന്നീ 3 രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരായ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ഓഗസ്റ്റ് അവസാനം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി മോദി ടിയാൻജിനിലേക്ക് പോകും. 2018 ശേഷം ചൈനയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയാണിത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ഉച്ചകോടി നടക്കുക. അതേസമയം മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ വാങ് ഓഗസ്റ്റ് 18 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ വാങ്ങും ഡോവലും ഒരുങ്ങുന്നു. 2020 സംഘർഷത്തിന് ശേഷം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പതിയെ പുനഃസ്ഥാപിച്ചു വരുന്നു. ഹിമാലയത്തിൽ ഇരു രാജ്യങ്ങളും 3800 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനായി ജൂണിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈന സന്ദർശിച്ചിരുന്നു. ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന 10 രാജ്യങ്ങളുടെ യൂറേഷ്യൻ സുരക്ഷാ രാഷ്ട്രീയ ഗ്രൂപ്പാണ് SCO. ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. അനവധി മാസങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സംഭാഷണമായിരുന്നു അത്. 2013 ശേഷം ചൈന സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി കൂടിയാണ് രാജ്നാഥ് സിംഗ്. മെച്ചപ്പെട്ട ബന്ധത്തിനായി ഡോങ്ങുമായി അദ്ദേഹം പോസിറ്റീവായ സമീപനം പങ്കിട്ടു. അതിർത്തി തർക്കത്തിന് ഇരു രാജ്യങ്ങളും ഒരു ശാശ്വത പരിഹാരം തേടണമെന്നും അദ്ദേഹം പറഞ്ഞു. COVID-19 പകർച്ചവ്യാധിയും തുടർന്ന് ഗാൽവാൻ താഴ്വരയിലെ സംഘർഷവും മൂലം നിർത്തിവച്ചിരുന്ന കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2024 ഒക്ടോബറിൽ ഡെങ്ചോക്കിലും ഡെപ്സാങ് സമതലങ്ങളിലും ഇന്ത്യയും ചൈനയും ഉന്നത തലത്തിൽ കൂടിക്കാഴ്ച നടത്തി. 2024 ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തമ്മിലുള്ള ചില തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് ആ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. അതേസമയം ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും റഷ്യയുമായുള്ള വ്യാപാരവും തുടരുന്നതിനിടെ ഇന്ത്യ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്ന് ട്രംപും മറ്റ് ഉന്നത US ഉദ്യോഗസ്ഥരും ആരോപിച്ച പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. US നയിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. വാഷിംഗ്ടണും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാരം തുടരുന്നുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി അവരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യ ന്യായീകരിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് അനുമതി നിഷേധിച്ചിട്ടില്ലെന്നും ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ലംഘിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ന്യൂഡൽഹി തൻ്റെ ദേശീയ താൽപ്പര്യത്തെ എല്ലാത്തിനും ഉപരിയായി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഡോവൽ നിലവിൽ മോസ്കോയിലാണ്. ട്രംപിൻ്റെ താരിഫുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം പുടിൻ്റെ യാത്രയ്ക്കുള്ള അടിത്തറ പാകുന്നതും ഡോവലായിരിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഈ മാസം അവസാനം റഷ്യ സന്ദർശിക്കും.
2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ഇതുവരെ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല. ലോകമെമ്പാടുമുള്ള യാത്രകളും അദ്ദേഹം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 2023 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് വാറണ്ട് പുറപ്പെടുവിച്ചു. റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെ ഈ വാറണ്ടും മറ്റും ബാധിക്കുമെങ്കിലും ഇന്ത്യയിലേക്കുള്ള യാത്രയെ ഇത് തടസ്സപ്പെടുത്തുന്നില്ല. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് സ്ഥാപിച്ച ഒരു ഉടമ്പടിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം സ്റ്റാറ്റ്യൂട്ട്. 1998 ജൂലൈ 17 ഇറ്റലിയിലെ റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഇത് അംഗീകരിച്ചു. 2002 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. 2025 ജനുവരി വരെ 125 രാജ്യങ്ങൾ ഈ നിയമത്തിൽ കക്ഷികളാണ്. 2024 ജൂലൈയിൽ മോസ്കോയിൽ നടന്ന 22ാമത് വാർഷിക ഉച്ചകോടിയിലും 2023 കസാനിൽ നടന്ന 16ാമത് ബ്രിക്സ് ഉച്ചകോടിയിലും പുടിൻ മോദിയെ കണ്ടു. 2021 ഡിസംബറിൽ 21ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് ഇരുവരും മുമ്പ് കണ്ടുമുട്ടിയത്. മോദി മുമ്പ് ഉക്രൈനിൽ സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല എന്ന് പുടിനോട് പറയുകയും ചെയ്തിരുന്നു. റഷ്യയെ ദീർഘകാല പങ്കാളിയായി ന്യൂഡൽഹി തുടർന്നും കാണുന്നു. 2000 ഒക്ടോബറിൽ പുടിൻ്റെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. 2010 ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിൽ നിന്ന് പ്രത്യേകവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തമായി ബന്ധങ്ങൾ ഉയർത്തി. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം ഉഭയകക്ഷി വ്യാപാരം $65.7 ബില്യൺ ഇന്ത്യ റഷ്യയിലേക്ക് $4.26 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും $61.44 ബില്യൺ വസ്തുക്കൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. 2022-23 സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഏകദേശം 33% വർധനവാണിത്. 2022-23 മൊത്തം വ്യാപാരം $49.36 ബില്യൺ ആയിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഭൂരിഭാഗം, അതായത് 76%, ധാതു ഇന്ധനങ്ങൾ, എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. ഔഷധങ്ങൾ, ജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, ഇരുമ്പ്, ഉരുക്ക് എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി. 2030 ആകുമ്പോഴേക്കും വ്യാപാരം $100 ബില്യൺ ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. S-400 വിതരണം, T-90 ടാങ്കുകളുടെയും സുഹോയ് 30 MKIകളുടെയും ലൈസൻസ് ഉള്ള ഉൽപ്പാദനം, MiG-29 കാമോക് ഹെലികോപ്റ്ററുകളുടെ വിതരണം, INS വിക്രമാദിത്യ, ഇന്ത്യയിൽ AK-203 റൈഫിളുകളുടെ നിർമ്മാണം, ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും ഊർജ്ജസ്വലമായ പ്രതിരോധ ബന്ധങ്ങളുണ്ട്. റഷ്യ, ഇന്ത്യ, ചൈന RIC ഗ്രൂപ്പിംഗ് പുനരുജ്ജീവിപ്പിക്കണോ എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം. റഷ്യ, ഇന്ത്യ, ചൈന ഗ്രൂപ്പിംഗ് പുനരുജ്ജീവിപ്പിക്കാനും സാധ്യതയുണ്ട്. റഷ്യൻ പൊളിറ്റിക്കൽ ലീഡറായ യെവ്ജനി പ്രിമാക്കോവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രൂപ്പ് സ്ഥാപിതമായത്. പാശ്ചാത്യ സഖ്യത്തിനെതിരെ ഒരു സമതുലിതാവസ്ഥ ആയിട്ടാണ് ഇതിനെ വീക്ഷിച്ചത്. ഇന്ത്യ, റഷ്യ, ചൈന എന്നിവ ചേർന്നാൽ ശക്തമായ ഒരു ത്രികോണ സഖ്യമാകും. ലോക ഭൂപ്രദേശത്തിൻ്റെ 19% ഈ 3 രാജ്യങ്ങൾ വഹിക്കുന്നു. ലോക GDPയുടെ 33%-ലധികവും ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ്. ലോക ജനസംഖ്യയുടെ 38.53% ഈ 3 രാജ്യങ്ങളും വഹിക്കുന്നു. ഈ വർഷം ആദ്യം റഷ്യയുടെ വിദേശകാര്യമന്ത്രി നിഷ്ക്രിയമായി കിടന്ന ഈ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിന് മുമ്പ് 2020 RICയുടെ അവസാന യോഗം നടന്നത്. ഇതിനെക്കുറിച്ച് വിദഗ്ധർ എന്താണ് പറയുന്നത്? RICയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സാധ്യത കാണുന്നുവെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. RIC സംവിധാനം പുനരാരംഭിക്കുന്നത് ഇപ്പോൾ പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നു. 3 രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ബഹുധ്രുവ അന്താരാഷ്ട്ര ക്രമത്തിൻ്റെ പ്രധാന വക്താക്കളാണ്.
US നിന്ന് ഏകപക്ഷീയമായ സമ്മർദ്ദം നേരിടുന്ന പ്രധാന ശക്തികൾ എന്ന നിലയിൽ ആഗോള സാമ്പത്തിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് ഐക്യദാർഢ്യവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രോത്സാഹനവും അനിവാര്യതയും അവർ പങ്കിടുന്നു. ഹുഡാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസറായ സി ചാവോ ഗ്ലോബൽ ടൈംസിൽ എഴുതി, ഇന്ത്യക്കും ചൈനയ്ക്കും അവരുടെ ബന്ധം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ RIC ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനം എന്ന് സി ചാവോ പറയുന്നു. വാൾഡായ് ഡിസ്കഷൻ ക്ലബിന്റെ പ്രോഗ്രാം ഡയറക്ടർ ടിമോഫി ബോർഡോച്ചോവ് കൂട്ടിച്ചേർത്തു, ചൈന, ഇന്ത്യ, റഷ്യ എന്നിവർ തമ്മിലുള്ള ത്രികക്ഷി സംഭാഷണം ആഗോള സന്തുലിതാവസ്ഥയ്ക്കും അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനും ഏഷ്യയിലെയും യൂറോപ്പിലെയും മറ്റു രാജ്യങ്ങൾക്കിടയിലെ അധിക ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര പരിതസ്ഥിതിയിൽ പൊതുവായ ഒരു ധാരണയിലെത്തുക എന്നതാണ് RICയുടെ താക്കോൽ എന്ന് ബോർഡച്ചേവ് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ RICയുടെ ഏറ്റവും സാധ്യതയുള്ള കടമ മൂന്ന് രാജ്യങ്ങൾക്കും തുല്യമായി പ്രധാനപ്പെട്ടത് സംയുക്തമായി വ്യക്തമാക്കുക എന്നതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്ന ഹ്രസ്വകാല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു.